രസകരമായ ഒരു കഥയാണ്. കുറച്ചു കാലം തിമിംഗലത്തിന്റെ വയറിൽ കഴിയേണ്ടി വന്ന പ്രവാചകന്റെ കഥയാണ്. നിനവ എന്ന നഗരത്തിലെ ആളുകൾക്ക് താക്കീത് നൽകുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. അദ്ദേഹം വർഷങ്ങളോളം അവർക്കിടയിൽ പ്രബോധനം നടത്തി. എന്നാൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും പലതവണ അദ്ദേഹത്തിന് നേരെ കല്ലെറിയുകയും ചെയ്തു. നിങ്ങൾ ഇനിയും ഏകദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആളുകൾ അതിനെ എതിർത്തു. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ ദൈവത്തോട് പറഞ്ഞ് ഞങ്ങളെ ശിക്ഷിക്ക്. അവർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രവാചകൻ അക്ഷമനാവുകയും ദൈവത്തിൽ നിന്നുള്ള കൂടുതൽ ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം അവിടം വിട്ടു പോവുകയും ചെയ്തു. അല്ലാഹു അവരുടെ മേൽ കോപിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രവാചകൻ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട ഉടൻ തന്നെ ആകാശത്തിന്റെ നിറം മാറാൻ തുടങ്ങി. പ്രവാചകൻ പറഞ്ഞത് ശരിയാണ്. ആദ്, സമൂദ്, നൂഹ് ജനതയെ പോലെ നമ്മളും നശിക്കപ്പെടാൻ പോകുകയാണ്. ചിലർ വിളിച്ചു പറഞ്ഞു, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ മുതിർന്നവർ പറഞ്ഞു. നിനവ നിവാസികൾ ഒരു മലയുടെ മുകളിൽ ഒരുമിച്ചുകൂടി. എന്നിട്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹു അവരുടെ പ്രാർത്ഥന കേട്ടു. അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലാഹു തീരുമാനിച്ചു. ആകാശം തെളിയുകയും അന്തരീക്ഷം പഴയതുപോലെ ആവുകയും ചെയ്തു. ഈ സമയം യൂനുസ് നബി അലൈഹിസ്സലാം ഒരു ചെറിയ കപ്പലിൽ മറ്റു യാത്രക്കാരോടൊപ്പം നിനവയിൽ നിന്നും വളരെ അകലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ കപ്പൽ കാറ്റിനനുസരിച്ച് ശാന്തമായ ജലത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ കടൽ പെട്ടെന്ന് മാറി. ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് വീശി. കപ്പൽ പിളർന്നു പോകുന്നത് പോലെ തോന്നി. തിരമാലകൾ പർവ്വതങ്ങളുടെ ഉയരത്തിൽ ഉയർന്നു വന്നു. കപ്പൽ ആടി ഉലഞ്ഞു. കപ്പലിലുള്ള എല്ലാവരും ഭയന്നുപോയി. കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായി കപ്പലിന്റെ കപ്പിത്താൻ ആളുകളോട് വിളിച്ചു പറഞ്ഞു. ആദ്യം അവർ തങ്ങളുടെ കുറച്ച് സാധനങ്ങൾ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ അത് പോരായിരുന്നു. അവർ വീണ്ടും അവരുടെ മുഴുവൻ സാധനങ്ങളും കടലിലേക്ക് എറിഞ്ഞു. അവരുടെ സുരക്ഷയ്ക്കായി ഇനിയും ഭാരം കുറയ്ക്കണമായിരുന്നു. കപ്പലിന്റെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി ഒരാളെ നറുക്കെടുത്ത് കടലിലേക്ക് എറിയാൻ അവർ തീരുമാനിച്ചു. വലിയ കാറ്റിനെയും മറ്റും നേരിടേണ്ടി വരുമ്പോൾ കപ്പൽ യാത്രക്കാർ പിന്തുടരുന്ന ഒരു രീതിയാണിത്. യാത്രക്കാരുടെ എല്ലാവരുടെയും പേര് നറുക്കിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ കടലിലേക്ക് എറിയുമെന്ന് കപ്പിത്താൻ പറഞ്ഞു. നറുക്കെടുത്തപ്പോൾ അതിൽ യൂനുസ് എന്ന് എഴുതിയിരുന്നു. പ്രവാചകൻ അവരിൽ ഏറ്റവും ആദരണീയനായ മനുഷ്യനായതുകൊണ്ട് അവർ അദ്ദേഹത്തെ കടലിൽ എറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടാമതും നറുക്കെടുക്കുവാൻ തീരുമാനിച്ചു. ഒരു വലിയ തിമിംഗലം കപ്പലിന്റെ പുറകിലായി വെള്ളത്തിലൂടെ കപ്പലിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കപ്പലിനെ പിന്തുടർന്നത്. രണ്ടാമത്തെ തവണ അവർ നറുക്കെടുത്തപ്പോൾ പ്രവാചകന്റെ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകന് ഒരു അന്തിമമായ അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. സംഭവിക്കുന്നതിൽ അല്ലാഹുവിന് പങ്കുണ്ടെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അവസാനത്തേതുമായ അവസരത്തിലും പ്രവാചകന്റെ പേര് തന്നെ വന്നു. ഇത് അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയ പദ്ധതിയാണെന്ന് പ്രവാചകന് മനസ്സിലായിരുന്നു. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ദൗത്യം ഉപേക്ഷിച്ചതിനാലാണ് അല്ലാഹു അവനെ ശിക്ഷിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കടലിലേക്ക് എറിയാൻ ആവശ്യപ്പെട്ടു. ആളുകൾ അദ്ദേഹത്തെ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞു. കപ്പലിന്റെ പിന്നാലെ വന്ന തിമിംഗലം കടലിൽ പൊങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കണ്ടു. ഒട്ടും സമയം കളയാതെ അത് പ്രവാചകനെ വിഴുങ്ങി. എന്നിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. പ്രവാചകൻ ആദ്യം കരുതിയത് താൻ മരിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ തനിക്ക് ചലിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. തന്റെ നിരാശയിൽ പ്രവാചകൻ മനസ്സുരുകി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അല്ലാഹുവേ, നീ അല്ലാതെ വേറെ ദൈവമില്ല. ഞാൻ നിന്നെ മാത്രം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ തെറ്റ് ചെയ്തു. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഞാൻ നഷ്ടപ്പെടും. പ്രവാചകൻ തന്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം സർവശക്തനായ അല്ലാഹു പ്രവാചകന്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം കണ്ടു. പ്രവാചകനെ രക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അല്ലാഹു തിമിംഗലത്തെ മുകളിലേക്ക് നയിച്ചു. പ്രവാചകനെ കടൽ തീരത്തോട്ട് പുറന്തള്ളാൻ നിർദ്ദേശിച്ചു. തിമിംഗലം അതനുസരിക്കുകയും സമുദ്രത്തിന്റെ ഉപരിതലത്തേക്ക് നീന്തി വന്നു. എന്നിട്ട് പ്രവാചകനെ ഒരു വിദൂര ദ്വീപിൽ പുറത്താക്കി. തിമിംഗലത്തിന്റെ വയറ്റിലുള്ള ആസിഡ് കാരണം പ്രവാചകൻ ഇപ്പോൾ രോഗബാധിതനാണ്. അദ്ദേഹത്തിന്റെ തൊലിയെല്ലാം മുറിവായിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ അതിന്റെ കിരണങ്ങൾ തട്ടി അദ്ദേഹത്തിന്റെ ശരീരം പൊള്ളിപ്പോയി. പ്രവാചകൻ ഇപ്പോൾ വേദനയോടെ കരയുകയാണ്. എന്നാൽ അദ്ദേഹം കടുത്ത വേദനയിലും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന തുടർന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിന്റെ പുറകിലായി അല്ലാഹു ഒരു മരം വളർത്തി. ഈ മരം അദ്ദേഹത്തെ കഠിനമായ വെയിലിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകുകയും ചെയ്തു. ക്രമേണ അദ്ദേഹം തന്റെ ശക്തി വീണ്ടെടുക്കുകയും തന്റെ ജന്മനാടായ നിനവയിലേക്ക് തിരിക്കുകയും ചെയ്തു. ആ സ്ഥലത്തിന് സംഭവിച്ച മാറ്റം കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. നിനവയിലെ മുഴുവൻ ജനവും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അവർക്ക് സംഭവിച്ചതെല്ലാം അവർ പ്രവാചകനോട് പറഞ്ഞു. അവരിപ്പോൾ ഏകദൈവമായ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എന്നും അദ്ദേഹത്തെ അറിയിച്ചു. പ്രവാചകന് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി.